നമസ്കാരം. എവിടെ എപ്പോൾ എന്തു പറയണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയാൻ കഴിയാത്ത ചില മനുഷ്യരുണ്ട്. അവർക്ക് വിവേകമോ വിവേചന ബുദ്ധിയോ ഇല്ല. അത്തരത്തിലൊരാളാണ് റിനി ആൻ ജോർജ്. ഞാൻ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയില്ല. അവരുടെ ചില നിലപാടുകളും അവരുടെ ചില രീതികളുമൊക്കെ തുറന്നു കാണിക്കാൻ മാത്രമാണ് ഞാനിത് പറയുന്നത്. മുമ്പ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത സമയത്ത് ഇവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അനന്തപത്മനാഭൻ്റെ മണ്ണ് ഇനി എൻ്റെ പത്മനാഭൻ ഭരിക്കും എന്നുള്ളത്. അന്ന് തന്നെ ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ റിനി അവിടെ എത്തി. യൂത്ത് കോൺഗ്രസ്സുകാർ അവരെ കൂക്കി വിളിച്ചു. അതിന് പോലും അവർക്ക് യാതൊരു ഒളുപ്പമില്ലാതെ അവിടെ നിന്ന് ചിരിച്ച് കാര്യം പറഞ്ഞിട്ടാണ് ഇവരങ്ങോട്ട് പോയത്. അതുപോട്ടെ, അതൊരു സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറഞ്ഞ് നമുക്കതിനെ തള്ളിക്കളയാം. അതിനുശേഷം റിനി ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നു. തന്നെ കൂവിയ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ ഫേസ്ബുക്ക് കുറിപ്പുമായി വന്നു. പിന്നീട് റിനിയെ കാണുന്നത് മിനിഞ്ഞാന്ന് നടൻ സലീം കുമാർ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. എല്ലാവരും വളരെ ദുഃഖത്തോടു കൂടി നിൽക്കുന്നു. ആർക്കും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. കാരണം സലീം കുമാർ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു. അദ്ദേഹം മിമിക്രി രംഗത്ത് കൂടിയാണ് സിനിമയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ താഴേക്കിടയിലുള്ളവരായി പോലും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, സലീം കുമാറൊക്കെ നമ്മുടെ ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ ദുഃഖത്തോടു കൂടി നിന്ന സമയത്താണ് അവിടെ റിനി വരുന്നത്. റിനി വന്നിട്ട് അവിടെ ആരോടോ പരിസരം മറന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാര്യം പറയുകയാണ്, വർത്തമാനം പറയുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? അവിടെ നിന്ന് നിങ്ങൾ ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കൂ. സലീം കുമാറിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചിരിച്ചതോ പുഞ്ചിരിച്ചതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഞാനത് നോക്കിയിട്ട് കണ്ടില്ല. എന്നാലും റിനി അങ്ങനെയല്ലായിരുന്നു. റിനി ഇത്തരത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അവരെന്തോ ഒരു വലിയ സംഭവമാണ്. ഞാനൊരു വലിയ സംഭവമാണ്. എനിക്ക് മുഖ്യമന്ത്രിയുമായിട്ടും ആഭ്യന്തരമന്ത്രിയുമായിട്ടൊക്കെ നല്ല പിടിയാണ്. അതുകൊണ്ട് എനിക്ക് എന്തുമാകാം എന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടിയാണ്, ധാർഷ്ട്യത്തോടു കൂടിയാണ് അവരവിടെ പെരുമാറിയത്. അത് തീർത്തും അനൗചിത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരക്കാരെ വിമർശിക്കുമ്പോൾ അത് സ്ത്രീത്വത്തെ അപമാനിച്ചു, സ്ത്രീകളെ അപമാനിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിവരക്കേട് കാണിക്കുന്നത് സ്ത്രീ ആയാലും പുരുഷനായിരുന്നാലും നമ്മളത് ചൂണ്ടിക്കാണിച്ചേ മതിയാകൂ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം ഇത്രയേറെ വഷളാക്കിയത് ഈ റിനി ആൻ ജോർജ് തന്നെയാണ്. റിനി ആൻ ജോർജിന് ഒന്നുകിൽ അവർ ആരുടെയോ ചട്ടുകമായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് അവരുടെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമായതാണ്. അവർ പറഞ്ഞത് ഒരു സ്ത്രീ ഒരു പുരുഷനോട് ഹോട്ടലിൽ മുറിയെടുക്കാൻ പറയുന്നത് ഒരു അല്പം സ്നേഹത്തിന് വേണ്ടി, ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടി, അതിനപ്പുറമൊന്നുമില്ല. ഇത് പല സംഭവങ്ങളുടെയും മുന്നോടിയായിട്ടാണെന്നുള്ള കാര്യം അവർ അറിയുന്നില്ല. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാവി ഇട്ട് വലത്തേക്ക് തിരിച്ചാൽ മാത്രമേ അത് സ്റ്റാർട്ടാവൂ. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ മാത്രമേ അത് ഓടൂ. അപ്പം ഇതൊന്നും റിനിക്ക് അറിയാത്തത് കൊണ്ടല്ല. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികളെ ഒരു കാരണവശാലും ഞാൻ ന്യായീകരിക്കുന്ന ഒരാളല്ല. അയാൾ ചെയ്തത് തീർത്തും തെറ്റു തന്നെയാണ്. പ്രത്യേകിച്ചും അയാൾ ഒരു പൊതുപ്രവർത്തകനായിരുന്ന സ്ഥിതിക്ക്. ഒരുപക്ഷെ ആ കേസിൽ അയാൾ പെടാതിരുന്നെങ്കിൽ അയാൾ ഇപ്പോഴും പാലക്കാട് നിന്ന് മത്സരിക്കുകയും ജയിച്ച് MLA ആകുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആ ഒരു ചെറുപ്പക്കാരനെ എത്രയധികം മൃഗീയമായാണ് അയാൾ എന്ത് തെറ്റോ ചെയ്തോട്ടെ, ഇനി എത്ര പേരെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അയാളൊരു കൊലപാതകം നടത്തുകയോ എന്തോ ചെയ്തോട്ടെ, പക്ഷേ മുമ്പ് ഒരിക്കലും ഒരാളും നേരിടാത്ത തരത്തിലുള്ള സൈബർ ആക്രമണമാണ് അയാളെ വ്യക്തിപരമായിട്ടും അയാളുടെ കുടുംബാംഗങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി ഈ സമൂഹ മാധ്യമത്തിലൂടെ അന്തം കമ്മികളും റിനിയും ഉൾപ്പെടെയുള്ളവരൊക്കെ നടത്തിയത്. അതിൽ ലക്ഷ്മി പത്മയുടെയും പങ്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഏകദേശം ഇപ്പോൾ ഈ റിനിയുടെ നിലവാരത്തിലേക്ക് ലക്ഷ്മി പത്മയും വന്നിട്ടുണ്ടെന്നാണ് അവരുടെ ചില റീൽസുകളും മറ്റും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ എത്രയോ മാധ്യമ പ്രവർത്തകരുണ്ട്. മാധുവും ശ്രീജയും അളകനന്ദയും അമ്പിളിയും ശീതളും നിഷ പുരുഷോത്തമനും അടക്കമുള്ള എത്രയോ വനിതാ മാധ്യമ പ്രവർത്തകരുണ്ട്. ഷാനി പ്രഭാകരൻ, സിന്ധു സൂര്യകുമാർ. അവരൊന്നും ഇത്തരത്തിൽ ചെയ്യുന്നില്ല. രജനി വാര്യർ, അങ്ങനെ എത്രയോ പേരുണ്ട്. അവർ ചെയ്യുന്നത് തെറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ചെയ്യുന്നതൊരു മാധ്യമ പ്രവർത്തകയാണ്. ആ മാധ്യമ പ്രവർത്തന രംഗത്തിന് ഒരു ഗൗരവമുണ്ട്. ആ ഗൗരവം കാണാതെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമൂഹ മാധ്യമത്തിലൊക്കെ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വയം അവഹേളിതരാകുകയാണ്. ഈ ഒരു മാധ്യമ രംഗത്തിൻ്റെ ഒരു പവിത്രത പോലും ഇവർ കളഞ്ഞു കുളിക്കുകയാണെന്നുള്ള കാര്യമൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് റിനി ആൻ ജോർജിൻ്റെ കാര്യമാണ്. അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ മത്സരിച്ച വി ഡി സതീശനോടൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും, എൻ്റെ പത്മനാഭൻ ഇനി തലസ്ഥാനത്തെ മണ്ണ് ഭരിക്കും എന്ന് പറയുമ്പോഴും ഒക്കെ അവിടെ വി ഡി സതീശൻ്റെ പ്രതിയോഗിയായി മത്സരിച്ച LDFിലെ ടൈസൺ മാസ്റ്റർക്ക് വേണ്ടി പ്രചാരണ രംഗത്തിറങ്ങിയ ആളാണ് ഈ റിനി ആൻ ജോർജ്.
ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? മുമ്പ് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള, എൻ്റെ കാര്യം വിട്ടേക്കൂ, പക്ഷേ എന്നേക്കാൾ അറിവുള്ള, എന്നേക്കാൾ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന, സാമൂഹ്യ നിരീക്ഷണം നടത്തുന്ന നിരവധി പേർ ഈ റിനി ആൻ ജോർജ് ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ രമേശ് ചെന്നിത്തലയുമായും വി ഡി സതീശനുമായിട്ടൊക്കെയുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് വളരെയധികം അടുപ്പമുണ്ടെന്ന് പ്രചരിപ്പിക്കുമ്പോഴുമൊക്കെ അതിലൊരു മുന്നറിയിപ്പ് ഇവരെല്ലാവരും നൽകിയിരുന്നു. അതെന്തായാലും ഇവരൊക്കെ ഒരു ഗൗരവത്തിലെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റിനി ആൻ ജോർജ് ഇത്തരത്തിലുള്ള ഫോട്ടോകളൊന്നും ഇപ്പോൾ അത്ര പങ്കുവയ്ക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അനവസരത്തിലുള്ള ചില ഇടപെടലുകളെക്കുറിച്ചാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. സലീം കുമാറിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴും മറ്റും അവിടെ കേരളത്തിൽ വിവാദമായിട്ടുള്ള ഒരു സന്യാസി എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവിടെ വന്നിരുന്നു. അയാളവിടെ വന്ന് കാണിച്ചത് വരുന്ന ആൾക്കാർ സുരേഷ് ഗോപിയും ടിനി ടോമും അടക്കമുള്ളവർ വരുമ്പോൾ ആ വീട്ടിലെ ഒരു വീട്ടുകാരനെ പോലെ കൈപിടിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഇയാളാണെന്ന് കണ്ട് അവരൊക്കെ കൈതട്ടി മാറ്റി പോകുന്നതുമൊക്കെ ടി വിയിലെ ദൃശ്യങ്ങളിൽ കണ്ടു. ഒരു കാര്യം പറയാതെ വയ്യ, ഇവരൊക്കെ അവർക്ക് തട്ടിപ്പ് നടത്താനുള്ള ഒരു കളമൊരുക്കുകയാണ് ഇത്തരം ചടങ്ങുകളിലൊക്കെ ആരും വിളിക്കാതെ വന്ന് പങ്കെടുത്തുകൊണ്ട്. അവരെന്തോ ഒരു വലിയ സംഭവമാണ്, അവരവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യം. അവിടെ നിരവധി ചാനൽ ക്യാമറകളൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളൊക്കെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നവരാണ്, തങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്, തങ്ങൾക്ക് പല മേഖലകളിലുള്ളവരുമായും സ്വാധീനമുണ്ട് എന്നൊക്കെ കാണിക്കാനുള്ള ഒരു തത്രപ്പാടാണ്. എന്തായാലും ഇത് സലീം കുമാറിൻ്റെ മരണത്തോടുകൂടി അത് അദ്ദേഹത്തിൻ്റെ മകൻ പ്രതികരിച്ചപ്പോൾ തന്നെ അതിനൊരു മാറ്റം വന്നു തുടങ്ങിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ റിനി ആൻ ജോർജിനെ പോലെയുള്ളവരെ നിയന്ത്രിക്കേണ്ടത് അവരുടെ വീട്ടുകാരുടെ തന്നെ ഒരു ബാധ്യതയാണ്, അല്ലാതെ സമൂഹത്തിൻ്റെ ബാധ്യതയല്ല.